ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എക്സ്പൾഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി നമ്മൾ പറയാൻ പോണത് മാനേജ്മെന്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും സിമ്പിൾ ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ള ആളുകളുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചെയ്യാനുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്തു തീർക്കുക എന്ന് പറയുന്നതിനെയാണ് മാനേജ്മെന്റ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള അതോറിറ്റീസ് ആണുള്ളത്. One authority is called the general body and the other authority is called the managing committee of the cooperative society. Section 27 general body എന്ന് പറഞ്ഞിട്ടുള്ളത്. General body means the ultimate authority of a cooperative society or the supreme authority of a cooperative society or final authority of a cooperative society is called the general body, which is the union of the members of a cooperative society except the nominal member and the associate member. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള അതോറിറ്റീസ് ആണുള്ളത്. ഒന്ന് ജനറൽ ബോഡി, മറ്റൊന്ന് മാനേജിംഗ് കമ്മിറ്റി. ജനറൽ ബോഡി എന്ന് പറയുന്നതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി, അല്ലെങ്കിൽ അതാണ് അൾട്ടിമേറ്റ് അതോറിറ്റി, അതല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് ജനറൽ ബോഡി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പൊ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി എന്ന് പറഞ്ഞാല് the union of the members of a cooperative society except the nominal member and the associate member. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിന്റെ ഒരു യൂണിയനെയാണ് നമ്മൾ ജനറൽ ബോഡി എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊരു കാരണവശാലും ഇൻക്ലൂഡ് ചെയ്യാത്ത രണ്ടാളുകളാണുള്ളത്. ദി ഫസ്റ്റ് പേഴ്സൺ ഈസ് കോൾഡ് ദ നോമിനൽ മെമ്പേഴ്സ് ആൻഡ് ദ അതർ പേഴ്സൺ ഈസ് കോൾഡ് ദ അസോസിയേറ്റ് മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോമിനൽ മെമ്പർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് പ്രൊവൈഡഡ് വിത്ത് മെമ്പർഷിപ്പ് ഓൺലി ഫോർ ഗോൾഡ് ലോൺ പർപ്പസസ്. പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ആളുകൾക്ക് ഗോൾഡ് ലോൺ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നതായിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന നോമിനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില ആളുകളെ ഓർഡിനറി മെമ്പേഴ്സ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ അവരെ മെമ്പേഴ്സ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നതാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ടാളുകൾക്കും ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വോട്ടിംഗ് റൈറ്റ് ഇല്ല, മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കില്ല, ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ഇവിടെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ള റെസിപ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 25 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ്. ഇവിടുത്തെ ഓർഡിനറി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ റിയൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേസമയത്ത് സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടാണ് സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പൊ സ്റ്റുഡൻസിന് മെമ്പർഷിപ്പ് തന്നേ പറ്റുള്ളൂ. ആ തരുന്ന മെമ്പർഷിപ്പ് എന്ന് പറയുന്നതാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ്. അത് ഒരു കാരണവശാലും ഒറിജിനൽ മെമ്പർഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഓർഡിനറി മെമ്പേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള മെമ്പർഷിപ്പ് അല്ല. അപ്പൊ ഓർഡിനറി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് മെമ്പേഴ്സ്, നോമിനൽ മെമ്പേഴ്സും ഉൾപ്പെടാതെയുള്ള അംഗങ്ങളുടെ ഒരു യൂണിയൻ എന്ന് പറയുന്നതാണ് ജനറൽ ബോഡി ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ഈ ജനറൽ ബോഡിയിൽ നിന്നാണ് എലക്ഷൻ പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റൂൾ 35 എലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ എലക്ഷൻ പ്രൊസീജിയർ അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മാനേജിംഗ് കമ്മിറ്റിക്കാണ്
ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേ ടു ഡേ അഫയേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പൊ വോട്ടിംഗ് റൈറ്റ് ഉള്ള ഓർഡിനറി മെമ്പേഴ്സിന്റെ യൂണിയൻ ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി, അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നൊക്കെ ഉള്ള പേരിൽ അറിയപ്പെടുന്ന ജനറൽ ബോഡി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി കമ്പനികളിലാണെങ്കിൽ മെമ്പർമാർക്ക് പോകാനായിട്ട് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സ്വീകാര്യമായിട്ടുള്ള വേറൊരാളെ പ്രോക്സി ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള പവർ കമ്പനീസ് ആക്ട് ഓഫ് 1956 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969 അനുസരിച്ച് മെമ്പേഴ്സിന് നേരിട്ട് പങ്കെടുക്കാമെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലാതെ അവരുടെ അസാന്നിധ്യത്തില് അവർക്ക് വേണ്ടിയിട്ട് വേറൊരാളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് പ്രോക്സി ഈസ് നോട്ട് അലൗഡ് ഇൻ കേസ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി ആക്ട് അനുസരിച്ച് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജനറൽ ബോഡി എന്ന് പറയുന്നത് കൺവീൻ ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് ഉള്ളതാണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഓഡിറ്റ് നടത്തി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിലാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീൻ ചെയ്യേണ്ടുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന കമ്മിറ്റി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന കാര്യത്തില് താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദി പവർ ഓഫ് ദി രജിസ്ട്രാർ ടു കൺവീൻ ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കമ്മിറ്റി ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയില്ല എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് കൂടാതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരിക്കണം. ജനറൽ ബോഡി വിളിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിക്കാണ്. പക്ഷെ മാനേജിംഗ് കമ്മിറ്റി അത് വിളിക്കുന്ന കാര്യത്തിൽ ഫെയിലർ ആയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനുള്ള അവകാശം ഉണ്ട്. ഇനി നെക്സ്റ്റ് ഈസ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. സെക്ഷൻ 27 സബ്സെക്ഷൻ 2 and 3 ആൻഡ് റൂൾ 34 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് specifically states about the convening of another type of meeting in cooperative society where the number of members in total is more than 1,000 or where the area of operation of a cooperative society is more than 1 taluk. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയില് നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 1000-ൽ കൂടുതൽ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി ഒരു താലൂക്കിൽ കൂടുതൽ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ എല്ലാ അംഗങ്ങളെയും കൂടി വിളിച്ചു ചേർത്തുകൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ പ്രൊവിഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗിന് പകരമായിട്ട് കൺവീൻ ചെയ്യാവുന്ന മീറ്റിംഗ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നത് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ 1000-ൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവുകയോ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഒരു താലൂക്കിൽ കൂടുതൽ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ എല്ലാ അംഗങ്ങളെയും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അതിന് പകരമായിട്ട് കൺവീൻ ചെയ്യുന്നതായിട്ടുള്ള മീറ്റിംഗ് ആണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ്. ഏരിയ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് വൈസ് ആയിട്ടോ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ആ റെപ്രസെന്റേറ്റീവ് മെമ്പേഴ്സിനെ മാത്രം ചേർത്തിട്ടാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീൻ ചെയ്യുന്നത്. അപ്പോഴാണ് അതിന് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ കൂടേണ്ടെന്ന് ആവശ്യമുള്ളൂ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. 1 member ഷുഡ് ബി റെപ്രസെന്റഡ് ഫോർ എവരി 50 members. ഓരോ 50 ആളുകളിൽ നിന്നും ഓരോ ആൾക്കാരെ വീതം തെരഞ്ഞെടുത്തിട്ടാണ് ഈ പറയുന്ന റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീൻ ചെയ്യുന്നത്. അപ്പൊ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 1000-ൽ കൂടുതൽ ആളുകളുണ്ട്. അതേസമയത്ത് 2500-ൽ കുറവ് മാത്രമേ ആൾക്കാരുള്ളൂ എങ്കിൽ അവിടുത്തെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി
ബോഡി മീറ്റിംഗിൽ 50 ആൾക്കാരെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടുന്നത്. അതേപോലെ 2500-ൽ കൂടുതലുണ്ട്, 10,000-ൽ കുറവാണെങ്കിൽ അവിടെ സെലക്ട് ചെയ്യേണ്ടുന്നത് 200 ആൾക്കാരെയാണ്. ഇനി 10,000-ന് മുകളിൽ എത്ര ആൾക്കാർ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ടെങ്കിലും ഒരു കാരണവശാലും 500 ആൾക്കാരിൽ കൂടുതൽ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. 3 പ്രൊവിഷനാണ് പറഞ്ഞിരിക്കുന്നത്. 1 member should be represented for every 50 members. അതാണ് റൂള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2500 ആൾക്കാർ വരെയാണെങ്കിൽ 50 ആൾക്കാര്, 2500-നും 10,000-നും ഇടയ്ക്കാണെങ്കിൽ 200 ആൾക്കാര്, അതിൽ കൂടുതൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും പരമാവധി 500 ആൾക്കാരെ ചേർത്തുകൊണ്ട് 5 വർഷത്തിൽ ഒരിക്കൽ ആനുവൽ ജനറൽ ബോഡിക്ക് പകരമായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൺവീൻ ചെയ്യുന്ന മീറ്റിംഗ് ആണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ്. ഇനി സെക്ഷൻ 28 കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയാം, ഡയറക്ടർ ബോർഡ് എന്ന് പറയാം, വർക്ക് കമ്മിറ്റി എന്ന് പറയാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയാം. ഇനി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും പേരുകളാണ് ഈ എന്താ പറയുക കമ്മിറ്റിക്ക് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് റൂൾ 35 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് വിങ് ഏതാണോ ആ റെപ്രസെന്റേറ്റീവ് വിങ്ങിനെയാണ് നമ്മൾ വിളിക്കുന്നത് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മാനേജിംഗ് കമ്മിറ്റി മീൻസ് ദി റെപ്രസെന്റേറ്റീവ് വിങ് ഓൺ whom the daily matters of a cooperative society are entrusted by whatever name called. ഏത് പേരിൽ വിളിച്ചാലും അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ എന്താണോ ആ ദൈനംദിന കാര്യങ്ങൾ നോക്കി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് വിങ്ങിനെയാണോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ വിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി മാനേജിംഗ് കമ്മിറ്റിക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് എ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, the maximum number of committee members should not exceed 15, and in case of central and apex societies it do not exceed more than 21 persons. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും 15-ൽ കൂടാനായിട്ട് പാടില്ല. 15 തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ സൈസിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ ആണെങ്കിൽ 7 മുതലുള്ള ആൾക്കാർ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. പരമാവധി എണ്ണാണ് പറഞ്ഞത്, 15-ൽ കൂടാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും 21-ൽ കൂടാനായിട്ട് പാടില്ല. ഇനി അതിൽ റിസർവേഷൻ ഉണ്ട്. ഒരു സീറ്റ് എന്ന് പറയുന്നത് SC/ST കാൻഡിഡേറ്റിനും 3 സീറ്റ് എന്ന് പറയുന്നത് വുമൺ കാൻഡിഡേറ്റിന് മാറ്റി വെക്കണം. ബാക്കി വരുന്നതാണ് ജനറൽ സീറ്റായിട്ട് അലോട്ട് ചെയ്യുന്നത്. ഇനി ജനറൽ സീറ്റിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ SC/ST-കാർക്കോ മത്സരിക്കാൻ പാടില്ല എന്ന് ഇല്ല. ജനറൽ സീറ്റിൽ ആർക്കോ ആണെങ്കിലും മത്സരിക്കാം. പക്ഷെ റിസർവേഷൻ സീറ്റില് നിർബന്ധമായിട്ടും 3 സീറ്റില് സ്ത്രീകളും 1 സീറ്റില് നിർബന്ധമായിട്ട് SC/ST കാൻഡിഡേറ്റും ഉണ്ടായിരിക്കണം. ഇനി ചില കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഈ പറയുന്ന വിഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ എക്സ് സർവീസ്മെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ആണുങ്ങൾ മാത്രം മെമ്പർമാരായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എക്സ് സർവീസ്മെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 3 സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ അതിന് ഒരു കാരണവശാലും ആദ്യം തന്നെ ജനറൽ സീറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ പോസ്റ്റിംഗ്സ് നടത്താനായിട്ട് പാടില്ല. അറ്റ് ദി ടൈം ഓഫ് കണ്ടക്ടിംഗ് the election, that matter should be reported to the registrar of cooperative society, and according to his guidance or according to his direction only that particular seat can be filled. അല്ലാതെ ആദ്യം തന്നെ ആൾക്കാരില്ല എന്ന് പറഞ്ഞിട്ട് അതിന് 3 സീറ്റും കൂടി ജനറൽ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആളുകളെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മാനേജിംഗ് കമ്മിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രീതി എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇൻഫോം ചെയ്തിട്ട് ഈ പറയുന്ന ലേഡീസ് ഇല്ലാത്ത സ്ഥിതിക്ക് ആ സീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടുന്നത് എന്നുള്ള നിർദ്ദേശം ചോദിക്കണം. ആ രജിസ്ട്രാർ കൊടുക്കുന്ന ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ സീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടുന്നത് എന്ന് കൺസേൺഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഡിസൈഡ് ചെയ്യേണ്ടുന്നത്. ഇനി
ഫെഡറൽ ടൈപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാവും. ഫെഡറൽ ടൈപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസും അതേപോലെ തന്നെ അതർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഒരേ സമയത്ത് മെമ്പർമാരായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെയാണ് നമ്മൾ ഫെഡറൽ ടൈപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മാനേജിംഗ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൽ 25% കൂടുതൽ മെമ്പേഴ്സ് ഒരു കാരണവശാലും ഇൻഡിവിജ്വൽസിൽ നിന്നാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 75% മെമ്പേഴ്സ് മറ്റുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ റെപ്രസെന്റ് ചെയ്യുന്നതും 25% ആളുകൾ ഇൻഡിവിജ്വൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നതും ആകത്തക്ക വിധത്തിലായിരിക്കണം ഈ പറയുന്ന കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടുന്നത്. ഇനി പ്രൈമറി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതേപോലെ തന്നെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലാണെങ്കിൽ ഒരു സീറ്റ് ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. 10,000 റുപ്പീസ് എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പൊ 10,000 റുപ്പീസ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ഇപ്പൊ 1 കോടി രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ഉള്ള ആൾ ആരാണോ അവര് നോക്കിയിട്ട് ഏതെങ്കിലും ഒരാള് ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നതും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഡ്ഹോക് കമ്മിറ്റി. അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ a committee constituted by the registrar of cooperative society for a maximum period of 3 months from the date of its registration. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് മുതൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് 3 മാസത്തെ കാലാവധിയിലേക്ക് രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു കമ്മിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് അഡ്ഹോക് കമ്മിറ്റി. താൽക്കാലികമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള കമ്മിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. പ്രൊമോട്ടിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൽ നിന്നും അതല്ലാത്ത മെമ്പേഴ്സിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നതാണ് അഡ്ഹോക് കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 3 മാസത്തേക്ക് മാത്രമേ അതിന് നിയമപ്രാബല്യം ഉണ്ടായിരിക്കുള്ളൂ. ആ 3 മാസത്തിനുള്ളിൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ പ്രകാരം അല്ലെങ്കിൽ ആക്ടിലും റൂളിലും പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ പ്രകാരം എലക്ഷൻ നടത്തണം. അങ്ങനെ എലക്ഷൻ നടത്തിയിട്ട് പുതിയ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നതിന്റെ കാലാവധി പൂർണ്ണമായിട്ട് അവസാനിക്കും. ഈ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് കമ്മിറ്റിയാണ്, ഇൻക്ലൂഡിംഗ് ദി പ്രസിഡന്റ് ഓർ ചെയർമാൻ ഫോർ എ പീരിയഡ് നോട്ട് എക്സീഡിംഗ് 12 months. ഈ കമ്മിറ്റിയുടെ കാലാവധി തീർന്നാലും വേണമെങ്കിൽ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മിറ്റിയിലേതായതുകൊണ്ട് പ്രസിഡന്റിന് അല്ലെങ്കിൽ ചെയർമാന് 12 മാസത്തെ കാലാവധി വരേക്ക് ഈ കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് നീട്ടാനുള്ള അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടത്താൻ കഴിയാത്ത ഏതെങ്കിലും വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെർമിഷനോടുകൂടി ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം വരേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം രജിസ്ട്രാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റിയാണ്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 മാസം. 3 മാസം കഴിയുന്നതിനിടയിൽ റൂൾ 35 അനുസരിച്ചുള്ള ഇലക്ഷൻ പ്രൊസീജിയർ പ്രകാരം കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പ്രയാസം വരുമ്പോഴാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം വരേക്ക് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. നമ്മൾ പറഞ്ഞു ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജിംഗ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്, ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സീ ദ ഫങ്ഷൻസ് ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. ദ ഫസ്റ്റ് വൺ ഈസ് ടു ഫോർമുലേറ്റ് ദ പ്ലാൻ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി സൊസൈറ്റി.
ആ സംഘത്തിന്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിക്കാണ്. മാനേജിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ ബോഡിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ജനറൽ ബോഡിക്ക് തീരുമാനിക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും കൂടി മുൻകൂറായിട്ട് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചൊന്നും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലും സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള മെമ്പർമാര് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുതെ മെമ്പർഷിപ്പ് എടുത്തു, അതല്ലെങ്കിൽ ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങള് കൃത്യമായിട്ട് വിലയിരുത്തുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുന്ന മെമ്പർമാര് എന്ന് പറയുന്നത് ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലും കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ജനറൽ ബോഡി തീരുമാനം എടുത്തിട്ട് അതിനനുസരിച്ച് മാനേജിംഗ് കമ്മിറ്റി ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോസിബിൾ. അപ്പൊ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിക്കാണ്. അപ്പൊ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ആവശ്യം വരുന്നതായിട്ടുള്ള പ്ലാനുകള് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് ഫ്രെയിം പോളിസീസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര ഫോർ ദി അറ്റൈൻമെന്റ് ഓഫ് ദി ഗോൾ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സംഘം എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ആ ഉദ്ദേശങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കുന്നതിനാവശ്യം വരുന്ന പോളിസീസ്, പ്രോഗ്രാംസ്, പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിക്കുള്ളതാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, സെക്ഷൻ 4 ആണ് കോമൺ ആയിട്ടുള്ള ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഗോൾ എന്ന് പറയുന്നത് അറ്റൈൻമെന്റ് ഓഫ് the economic objectives of the cooperative society in accordance with the cooperative principle. അത് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ്. ഓരോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എയിംസ് ഉണ്ടാവും. അപ്പൊ അത് കഴിയുന്നത്ര വേഗത്തിൽ അറ്റൈൻ ചെയ്യുന്നതിന് ആവശ്യം വരുന്ന റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ്, ബിൽഡിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് പ്രോപ്പർ ക്ലൈമറ്റ് ഫോർ ഇറ്റ്സ് സക്സസ്ഫുൾ വർക്കിംഗ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പ്രൈമറി സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി ആൻഡ് അപ്പെക്സ് സൊസൈറ്റി. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണെങ്കിൽ, നോൺ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാണെങ്കിൽ പ്രൈമറി സൊസൈറ്റി ആൻഡ് അപ്പെക്സ് സൊസൈറ്റി. അപ്പൊ അതിൽ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഫ്രെയിം ചെയ്യേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിനാവശ്യം വരുന്നതായിട്ടുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിക്കുള്ളത്. നെക്സ്റ്റ്, ടേക്ക് ടൈംലി ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് and also render directions and guidance for the effective implementation of those policies. ഞാൻ പറഞ്ഞു, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജിംഗ് അതോറിറ്റീസിന്റെ റൈറ്റ് എന്ന് പറയുന്നത് അതാണ്. അവര് എന്തൊക്കെ കാര്യങ്ങളാണോ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള ഓർഡേഴ്സ്, ഗൈഡൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവരുദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പല ആൾക്കാർക്കുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും, പക്ഷെ അടുത്തുള്ള തീരുമാനങ്ങൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ സ്ഥാപനങ്ങളും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. പ്രത്യേകിച്ചും എംപ്ലോയീസിന് യൂണിയൻസ് ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ കേരളം പോലുള്ള ഏത് സംസ്ഥാനങ്ങളിലെ കാര്യം നോക്കിക്കഴിഞ്ഞാലും 10 എംപ്ലോയീസ് ജോലി ഉണ്ടെങ്കിൽ ഒരു 15 യൂണിയനുകൾ ഉണ്ടാവും.
അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാനേജിംഗ് കമ്മിറ്റി എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യസമയത്ത് എംപ്ലോയീസിൽ കൂടി നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ അവർക്ക് ഗൈഡൻസിൽ കൂടി അല്ലെങ്കിൽ ഡയറക്ഷൻസിൽ കൂടി ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് to exercise control over the financial and administrative matters. ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ ഒരു കാരണവശാലും മാനേജിംഗ് കമ്മിറ്റി ലൂസ് ആവാനായിട്ട് പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോള് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലും എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു കറേജ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി ടു കോർഡിനേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി. സംഘങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് ചെയ്യുമ്പോഴാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, ഒരുപാട് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ടാവും. ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ തന്നെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, ബോറോഡ് ക്യാപിറ്റൽ ഉണ്ടാവും. ഇതൊക്കെ എല്ലാം തമ്മിൽ ഒരു കോഓർഡിനേഷനിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിയോട് കൂടി ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്. അങ്ങനെയുള്ള ഒരു ഇഫക്റ്റീവ് മാനേജ്മെന്റ് ആയിട്ട് ആക്ടിവിറ്റീസിനെ കോഓർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ബാക്കി അടുത്ത ക്ലാസ്.